ഇന്നേക്ക് 2 വർഷം മുമ്പാണ് വയനാടിലെ ചൂരൽമലയിലും മുണ്ടകയിലുമൊക്കെ ഉറങ്ങിക്കിടന്ന ഒരു ജനത 2 ദിവസം 3 ദിവസമായി മഴയുണ്ട് എന്നുള്ളതല്ലാതെ, പുഴ കലങ്ങി ഒഴുകുന്നു എന്ന് മനസ്സിലാക്കിയതല്ലാതെ, ശക്തമായ കാറ്റുണ്ട് എന്നറിഞ്ഞതല്ലാതെ, തങ്ങളുടെ ജീവൻ എടുത്തു പോകും, ഒരു ഗ്രാമം മുഴുവൻ എടുത്തു പോകുമെന്ന് മനസ്സിലാക്കാതെ ഉറങ്ങിയ ഒരു ജനത രാത്രി 12:30 മണിക്കും 1 മണിക്കും 2 മണിക്കുമൊക്കെ പല ഘട്ടങ്ങളിൽ, പല രൂപത്തിൽ, പല ഭാവത്തിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ഒരു ജനത തന്നെ വാഷ് ഔട്ട് ചെയ്തു പോയി. ഒരു കുഞ്ഞു പ്രദേശം വാഷ് ഔട്ട് ചെയ്തു പോയി. വളരെ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു. നിരവധി ജീവനുകൾ, കുരുന്നുകളെ ഉൾപ്പെടെ വളരെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി ജീവനുകളാണ് നമുക്കില്ലാതായത്. അശാസ്ത്രീയമായ ഭൂവിനിയോഗത്തിൻ്റെയും ഭൂഗർഭജലത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെയും മലയിടിക്കുന്നതിൻ്റെയും പ്ലാന്റേഷൻ്റെയും ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട് നമ്മുടെ മലയോരങ്ങളെക്കുറിച്ച്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും എതിരെ പടപൊരുതിയപ്പോൾ കുറേ മലകൾ കയറി, പശ്ചിമഘട്ടത്തിലേക്ക് കയറി കൃഷി ചെയ്ത് പ്രകൃതിയോടും മലയോടും സഹ്യാദ്രിയോടും മല്ലടിച്ച് ജീവിച്ചു. അവർ ഒരു പരിധിക്കപ്പുറമൊന്നും പ്രകൃതിയെ ഉപദ്രവിച്ചിരുന്നില്ല. എന്നാൽ കാലാന്തരത്തിൽ ഒരുപാട് ആധുനിക സംവിധാനങ്ങളുടെ കണ്ടുപിടുത്തത്തോടു കൂടിയും ടൂറിസത്തിൻ്റെ വല്ലാത്ത സാധ്യതകളുമൊക്കെ വന്നപ്പോൾ മനുഷ്യർ വല്ലാതെ പ്രകൃതിയെ കീഴടക്കാൻ തുടങ്ങി. അതും ഇത്തരം ദുരന്തങ്ങളിലെ ട്രിഗർ ചെയ്യുന്നതിൽ, കൂട്ടുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ ഈ സംസാരിക്കുമ്പോൾ സംസ്ഥാനത്താകെ വളരെ കുറച്ച് മഴ മാത്രമാണ് പെയ്യുന്നത്. പല ജില്ലകളിലും മഴയില്ല. അതേസമയം വയനാട് ജില്ലയിൽ ശക്തമായ മഴയുമാണ്. മറ്റൊരു രസകരമായ കാര്യം, ഈ സീസണിൻ്റെ കണക്കെടുത്താൽ വയനാട് ജില്ലയിൽ മഴ കുറവുമാണ്. അപ്പോൾ വളരെ കൗതുകമുള്ള മഴമാറ്റത്തിൻ്റെയും മഴമാറ്റ പ്രദേശങ്ങളുടെയും കഥയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുണ്ടകൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി കണക്കാക്കിക്കൊണ്ട് കേരളത്തിലെ പാരിസ്ഥിതിക രംഗത്തിന് എന്ത് സംഭവിക്കുന്നു, കാലാവസ്ഥയ്ക്ക് എന്ത് മാറ്റമുണ്ടാകുന്നു, ഇവിടുത്തെ ദുരന്ത പരിപാലന സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്, നാം എത്ര കണ്ട് മലയാളി സജ്ജമാണ്, കേരളീയർ ഇതിനൊക്കെ പ്രതിരോധിക്കുവാൻ, ദുരന്ത പ്രതിരോധത്തിൽ നമ്മളിവിടെ നിൽക്കുന്നു, ദുരന്ത പുനരധിവാസത്തിൽ നമ്മളുടെ സാധ്യത എന്താണ്, പ്രശ്നങ്ങൾ എന്താണെന്നുള്ള ഒരു അനാലിസിസ് നടത്തുന്ന രീതിയിലുള്ള വീഡിയോകൾ ഇന്നു മുതൽ ഉണ്ടാകും. ഇത് നമുക്കറിയാം, മറ്റ് മസാലയും പുളിപ്പും രസവുമുള്ള വീഡിയോകൾക്കാണ് പലപ്പോഴും യൂട്യൂബിലും ഡിജിറ്റൽ മീഡിയയിലും സാധ്യതകൾ കൂടുതലും റീച്ച് ഉണ്ടാകുന്നതും. ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ വീഡിയോയിൽ അവതാരകനും വീഡിയോ ഇടുന്ന അണിയറ പ്രവർത്തകർക്കും ആ വീഡിയോ മാക്സിമം ആളുകൾ കാണുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. അതുകൊണ്ട് പരമാവധി ആളുകൾ ഇത് കാണണം, പരമാവധി പ്രചരിപ്പിക്കണം. നിങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ ആവേശമുണ്ടാവുകയും ഇത്തരം വിഷയങ്ങൾ കൂടുതലായി ഉൾപ്പെട്ട് വരികയും ചെയ്യുന്നത്. എന്തായാലും കേരളത്തിലെ കാലാവസ്ഥ അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറുന്ന കാലാവസ്ഥയിൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള നിരവധി പ്രവർത്തനങ്ങൾ നാം നടത്തേണ്ടതുണ്ട്. വയനാടൻ മലനിരകളെ സംബന്ധിച്ച് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള വയനാടൻ മലനിരകളിൽ പുൽപ്പള്ളി അടക്കമുള്ള പഞ്ചായത്തുകളിൽ വലിയ മരുവൽക്കരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ഞക്കൊന്ന പോലുള്ള 10 മഞ്ഞക്കൊന്നയാണ് അവിടെ 80കളിൽ കൊണ്ടുവച്ചത്. അത് വനം വകുപ്പ് ചെയ്ത ഒരു ചതിയാണ്. അന്ന് അവർക്കറിയില്ലായിരുന്നു ഓരോ തൈയിൽ നിന്നും 6000-ഓളം വിത്തുകൾ ഉണ്ടാകുമെന്നും അതൊരു പ്രദേശത്തെ ആകെ കൊല വിളിക്കുമെന്ന് മനസ്സിലാക്കാതെ മഞ്ഞക്കൊന്ന കൊണ്ടുവന്ന് ഇന്ന് മഞ്ഞക്കൊന്നയുടെ അധിനിവേശ സ്ഥലം കൂടിയാണ് വയനാട്. ഒരു വശത്ത് കാടെന്ന ആവാസ വ്യവസ്ഥ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്നു. കാടിൽ ചൂടുണ്ടാകുന്നു, നീരുറവകൾ കാണുന്നില്ല. സ്വാഭാവികമായിട്ട് മനുഷ്യവാസമുള്ള സമീപ പ്രദേശങ്ങൾക്കടുത്തുണ്ടാകുന്ന ചക്കയും മാങ്ങയും കായ്ഫലമൊക്കെ ഭക്ഷിക്കാനും അരുവികളിലെ നദികളിലെ വെള്ളം കുടിക്കാനുമൊക്കെ ആനയും കടുവയും പുലിയും കാട്ടുപന്നിയും ഒക്കെ നാട്ടിലിറങ്ങുന്ന സ്ഥിതി, വന്യജീവി മനുഷ്യ സംഘർഷം വലിയ തോതിലാണ് കേരളത്തിലെ വനഭാഗത്ത് അടുത്ത് താമസിക്കുന്ന ജനങ്ങളും വനത്തിലെ മൃഗങ്ങളും തമ്മിലുള്ളത്. അപ്പോൾ വളരെ വലിയ ഒരു പ്രതിഷേധത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഒക്കെ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയും നമ്മളോട് കളിക്കുന്നു, നമ്മളും പ്രകൃതിയോട് കളിക്കുന്നു. ഇത് വളരെ രസകരവും കൗതുകകരവുമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മലയാളികൾ കൃത്യമായി പഠിക്കേണ്ടുന്നൊരു വിഷയമാണ്. നമുക്കൊരു പരിസ്ഥിതി സാക്ഷരത ആവശ്യമുണ്ട്, ഒരു ജലസാക്ഷരത ആവശ്യമുണ്ട്, ഒരു ഊർജ്ജ സാക്ഷരത ആവശ്യമുണ്ട്, ഒരു ആരോഗ്യ സാക്ഷരത നമുക്ക് വേണം, ഒരു കാലാവസ്ഥാ സാക്ഷരത ആവശ്യമുണ്ട്, ദുരന്ത പരിപാലന സാക്ഷരത ആവശ്യമുണ്ട്, നമുക്ക് കൃത്യമായൊരു ആരോഗ്യ സാക്ഷരത ആവശ്യമുണ്ട്, ഒരു ഭൂസാക്ഷരത ആവശ്യമുണ്ട്, അതുപോലെ ഒരു ഹരിത സാക്ഷരത, ഈ വിവിധ വിഷയങ്ങൾ, ഊർജ്ജ സാക്ഷരത, അങ്ങനെ തുടങ്ങി കേരളത്തിൻ്റെ മണ്ണ്, വെള്ളം, പരിസ്ഥിതി, ഊർജ്ജം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ വളരെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ
ആസൂത്രണം ചെയ്തും ദീർഘകാല പദ്ധതികൾ എടുത്ത് മാത്രമേ നമുക്കിതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും വളരെ ഗൗരവതരമായ ഒരു വിഷയമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വയനാടിൻ്റെ ദുരന്തം സംഭവിച്ചതിൻ്റെ സാഹചര്യത്തിൽ വളരെ കൃത്യമായി നമ്മളിത് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. കേരളത്തിലെ മലനിരകൾ മുതൽ കടൽ തീരം വരെയുള്ള ഓരോ പ്രദേശവും വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് ദുർബലമാകുന്നു, അല്ലെങ്കിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുന്നു. കുട്ടനാടിൻ്റെ കാലാവധി ഇനി എത്ര കാലമെന്ന് നമുക്ക് നന്നായി അറിയാത്തതുപോലെയാണ് കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ തീരപ്രദേശമെടുത്താൽ വൻകിട പദ്ധതികൾ വരുന്നു ഒരു വശത്ത്, മറുവശത്ത് തീരമില്ലാതാകുന്നു. ഇവ തമ്മിൽ നമുക്ക് ക്ലബ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ശരിയാണോ തെറ്റാന്നുള്ള പഠനങ്ങൾ പോലും നമുക്ക് നടത്താൻ കഴിയുന്നില്ല. ആ രീതിയിൽ തീരപ്രദേശം മാറുമ്പോൾ ഇടനാട് പ്രദേശത്തിൻ്റെ മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള ഡാമിൻ്റെ പ്രശ്നങ്ങളുമായി ഇടനാടൻ ജനത ജീവിക്കുമ്പോൾ, പ്രളയത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുമ്പോൾ, വരൾച്ചയെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ മലനാടിലെ പ്രശ്നം കുറച്ചുകൂടി സങ്കീർണമാണ്. മഴയുടെയും വെള്ളത്തിൻ്റെയും പേരിൽ മുറിവേൽക്കുന്നൊരു ജനതയായി മലനാടൻ ജനതയും മാറുകയാണ്. അപ്പോൾ ഓരോ പ്രദേശം അതിൻ്റെ ഇതൊന്നും ആരെയും ഭീതിപ്പെടുത്താനോ പേടിപ്പിക്കാനോ നാളെ ഇതെല്ലാം കൂടി തകർന്നു പോകുമെന്ന് പറയാനോ അല്ല. പക്ഷെ കേരളത്തിൻ്റെ ഓരോ തുണ്ട് ഭൂമിക്കും, ഓരോ തുള്ളി വെള്ളത്തിനും, ഓരോ കണം വായുവിനും സംഭവിക്കുന്ന വ്യത്യാസം നാം തിരിച്ചറിഞ്ഞേ കഴിയൂ. ഓരോ നിമിഷവും നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ, പസഫിക് ഓഷനിൽ ചൂട് കൂടുന്നതനുസരിച്ച് പോലും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. അവിടെ എൽനിനോ പ്രതിഭാസം ഉണ്ടായാൽ നമുക്ക് പ്രശ്നമുണ്ട്, ലാനിന പ്രതിഭാസം ഉണ്ടായാൽ നമുക്കതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ ഡൈപോൾ എന്ന് പറയപ്പെടുന്ന IOD എന്ന് പറയുന്ന ഇന്ത്യൻ ദ്വിധ്രുവ പ്രതിഭാസം നമ്മെ ബാധിക്കാറുണ്ട്. നമ്മുടെ ബംഗാൾ ഉൾക്കടലിലെ അമിതമായ ചൂടാകൽ നമ്മെ ബാധിക്കാറുണ്ട്. കടലിലേക്ക് പോകുന്ന പ്ലാസ്റ്റിക് നമ്മെ ബാധിക്കുന്നു. അങ്ങനെ വളരെ വലിയ തോതിലാണ് മാനവരാശിയെ ഈ പ്രകൃതിയിലെ ഓരോ വിഷയങ്ങളും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. കഴിഞ്ഞൊരു 25 വർഷക്കാലത്തെ കണക്കെടുത്താൽ കഴിഞ്ഞ 10 വർഷക്കാലം വളരെ കൃത്യമാണ്. 25 വർഷം എടുത്താൽ കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. 2016 ഓഖി വരൾച്ചയും, 17 ഓഖിയും, 18 പ്രളയവും, 19, 20, 21 മുതൽ ഇപ്പോൾ 26 വരെയുള്ള കള്ളാടി വരെയുള്ള പ്രകൃതി ദുരന്തങ്ങളും, പുത്തുമലയും പിന്നെ അതുപോലെ തന്നെ കവളപ്പാറയും ചൂരൽമലയും എല്ലാം നമുക്ക് വലിയ പാഠങ്ങളാണ് നൽകുന്നത്. പക്ഷേ ഈ ഓരോ പാഠങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോഴും അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പാഠം പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമുക്കിതിൻ്റെ കൂടുതൽ വിഷയങ്ങൾ ഓരോ ദിവസവും ഒരു വീഡിയോ എന്നുള്ള നിലയിൽ കേരളത്തിലെ വെള്ളത്തെയും പരിസ്ഥിതിയെയും കാലാവസ്ഥയെയും അതുപോലെ പ്രകൃതി ദുരന്തങ്ങളെയും ഒക്കെ കുറിച്ച് ഉണ്ടാവും. ദയവായി നിങ്ങളെല്ലാവരും ഇത് കാണണം. സ്കൂൾ ഗ്രൂപ്പുകൾ, കോളേജ് ഗ്രൂപ്പുകൾ, കുട്ടികൾക്ക്, മുതിർന്നവർ, സകലമാന ജനങ്ങളും വീഡിയോകൾ ദയവായി കാണണം. അതിനുള്ള ലിറ്ററേച്ചറുകളും അതിനുള്ള വർക്കുകളുമായിരിക്കും തുടർ ദിവസങ്ങളിൽ വീഡിയോകളായി വരുന്നത്. എല്ലാവർക്കും നാം ഇത്തരം വിഷയങ്ങൾ ഒരു പ്രകൃതി സാക്ഷരത ആകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലേക്കാണ് കാലം നീങ്ങുന്നത്. ഇന്ന് നമുക്ക് മുണ്ടകൈ ചൂരൽമലയിലെ ദുരന്തമുണ്ടായതിൻ്റെ 2ാം വാർഷികമെന്ന് പറയാൻ കഴിയത്തില്ല, സന്തോഷമുള്ള ദിവസമല്ല അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ. എന്തായാലും 2 വർഷം പൂർത്തിയാകുമ്പോൾ നമ്മെ വിട്ട് പിരിഞ്ഞു പോയ ആ ജീവനുകൾക്ക് അവർ നിരപരാധികളാണ്, അവർ നിരാലംബരാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് കാട്ടിലൊക്കെ പോയി അവർ ഈ താഴ്ന്ന ചരിവുള്ള ഭീതിയുള്ള മഴ വരുന്ന പ്രദേശത്ത് പോയി താമസിച്ചത്. അവരെ നമ്മെപ്പോലെ നഗരത്തിലോ ഗ്രാമങ്ങളിലോ താമസിക്കാൻ ഇടമില്ലാത്തത് കൂടി കൊണ്ടാണ് അവർ പോയത്. അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം കൃത്യമായി ആ ജനതയെ അഡ്രസ്സ് ചെയ്യുന്നൊരു സമൂഹമായി നമ്മൾ മാറണം. കൃത്യമായി ഇനിയും ധാരാളം ആളുകൾ ആ പ്രദേശങ്ങളിലൊക്കെ താമസമുണ്ട്. അവരോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ പുതിയൊരു കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ കാണാൻ നിങ്ങളെ ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ്.